പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് വിക്രം കട്ടിൽ കിടക്കുന്നുണ്ട്. വേദ താഴെ പായ വിരിച്ച് കിടക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയം വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അതെ എന്തു പറ്റി വിക്രം, എന്തോ ആലോചനയിലാണല്ലോ, അച്ഛൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ? ഇത് കേൾക്കുന്ന വിക്രം, അതെ നീ മിണ്ടാതെ കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നോട്ടോ, ഞാൻ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനെ ഇഷ്ടമല്ലാത്തത് വിക്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ചേട്ടന് ജോലി കിട്ടിയപ്പോൾ ചേട്ടനും അച്ഛനും തമ്മിൽ എത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വിക്രമൻ ഇങ്ങനെ ജോലിയൊക്കെ കിട്ടി കുടുംബം നോക്കുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിന്നോടല്ലേ ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്, വല്ലാണ്ട് കിടന്ന് വായിട്ടലച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വേണ്ട അങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. രാവിലെ വിക്രം എഴുന്നേറ്റ് വരുന്ന സമയത്ത് കമലാമ്മ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയമ്മ, സുഖമായില്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, 2 ദിവസമായില്ലേ ഗുളിക കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല, ഭയങ്കര ക്ഷീണമുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഈ സമയം വിക്രം അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അമ്മ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ മെഡിസിൻ മേടിച്ച് കൊണ്ടുവരാമെന്ന്. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ സമ്മതിക്കേണ്ടതല്ലേ, എന്താ അമ്മവയും വേണ്ടാന്നിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ നിൻ്റെ അച്ഛൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അച്ഛനാണ് എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും. നീ എൻ്റെ മകനല്ലാത്തത് കൊണ്ടല്ല അത്, നീ എൻ്റെ മകന് തന്നെ, പക്ഷേ അച്ഛനാണ് മുൻതൂക്കം എന്ന് പറയാട്ടോ. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ വിശ്വം ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രീജ അമ്മയ്ക്ക്, അമ്മ എന്താ മെഡിസിൻ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല അച്ഛനിക്ക് 2-3 ദിവസമായി ഇത് കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് അമ്മ മെഡിസിനൊന്നും കഴിച്ചിട്ടില്ല. പ്രഷർ കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അമ്മയ്ക്ക് തല ചുറ്റുന്നുണ്ട്, ഇന്നലെ മുതൽ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വിശ്വം പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണ്ടേ, ഞാൻ മേടിച്ച് തരുമായിരുന്നല്ലോ മെഡിസിനെല്ലാം, അമ്മ ലിസ്റ്റ് എടുത്തുകൊണ്ട് വാ, ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ കമല അമ്മ ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജയെ റൂമിൽ ലിസ്റ്റ് ഇരിക്കുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് കൊണ്ടുപോവാ എന്ന് പറയാട്ടോ. അങ്ങനെ ശ്രീജ ലിസ്റ്റ് എടുത്ത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് വിക്രം അത് മേടിക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങ് തായേട്ടാ, ഇത്രയും നേരം ഞാൻ ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതാണ് ഞാൻ മേടിച്ചിട്ട് വരാമെന്ന്, എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ തല കറങ്ങി പ്രഷറെങ്ങാനും കൂടി അമ്മയ്ക്ക് വെയ്യാണ്ടായാൽ എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ലിസ്റ്റ് മേടിക്കാൻ വേണ്ടി നോക്കുകയാണ്. പെട്ടെന്ന് കമലാമ്മ വിശ്വത്തോട് പറയുന്നുണ്ട്, അതേ വിശ്വം കൊടുക്കണ്ട കേട്ടോ, നീ തന്നെ മേടിച്ചാൽ മതി, വിക്രം മേടിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല, അച്ഛന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്നിങ്ങനെ പറയാട്ടോ. വിക്രമിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിശ്വം പുറത്തേക്ക് മരുന്ന് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് രാധയെ കാണുന്നതിന് വേണ്ടി ദർശൻ രാധയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ദർശൻ ചെല്ലുന്ന സമയത്ത് രാധയുടെ അമ്മയും രാധയും കൂടെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. വാ സാർ, എന്ത് പറ്റി, എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ സമയം രാധയുടെ അച്ഛനാണെങ്കിൽ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പരിസരബോധമില്ലാതെ നിൽക്കുന്ന നിൽപ്പാണ്. പക്ഷേ ദർശൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ദർശൻ പറയുന്നുണ്ട്, അതെ ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ച് കാശ് തരാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ രാധയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. സാറിന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സാർ ക്യാഷൊന്നും മേടിച്ചിട്ടില്ലല്ലോ, ഇതെന്ത് പറ്റി, ഇതെന്ത് കാശാണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അത് രാധേ, വിക്രം വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, നീ വിക്രമിന് വേണ്ടി ചിലവഴിച്ച ക്യാഷ് ഉണ്ടല്ലോ, അത് എനിക്ക് തന്നിട്ട് പോയി. സേട്ടിൻ്റെ കയ്യിൽ നിന്നും നിൻ്റെ വണ്ടി ഞാൻ തിരിച്ചെടുത്ത് തന്നല്ലോ, ആ ചിലവിലേക്ക് വെച്ചോളാൻ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഈ ക്യാഷ് മോഹിച്ചല്ല ഞാനിതൊന്നും നിനക്ക് വേണ്ടി ചെയ്തത്. നീ നല്ലൊരു കുട്ടിയല്ലേ, അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയല്ലേ എന്ന് വിചാരിച്ചാണ് നിനക്ക് ഞാൻ ഉപകാരം ചെയ്തത്. പക്ഷേ എനിക്ക് ഈ ക്യാഷ് ആവശ്യമില്ല, ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഇത് കാണുന്ന നമ്മുടെ രാധയുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ പറയുകയാണ്, ഓ എൻ്റെ മരുമോനെ, നീ എൻ്റെ മോൾക്ക് പിന്നെ ക്യാഷ് കൊടുക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ മരുമോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ദർശൻ ഞെട്ടു കേട്ടോ. എന്താ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, സാർ തെറ്റിദ്ധരിക്കരുത്, ആൾ കുറച്ച് കുടിച്ചിട്ടിട്ട് ലെവലില്ലാതെ നിൽക്കുന്ന നിൽപ്പാ, സാർ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ എന്ന് രാധയും പറയുകയാണ്. അങ്ങനെ രാധയുടെ കയ്യിൽ ക്യാഷ് ഏൽപ്പിച്ച ശേഷം ദർശൻ അവിടുന്ന് പോവുകയാണ്.
പിന്നീട് രാധ ഈ ക്യാഷും കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്രമിൻ്റെ നേരെ എറിഞ്ഞു കൊടുക്കുക കേട്ടോ ക്യാഷ്. അതെ, നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേ? ഈ ഈ പിച്ചക്കാശ് വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നവളാണ് ഞാനെന്ന് വിചാരിച്ചോ? അതെ, നിൻ്റെ ജീവൻ്റെ വിലയാണോ ഈ ക്യാഷ്? ഇപ്പോൾ നിൻ്റെ ജീവന് ഇത്തരം വിലയേ ഉള്ളോ? ഞാനിതൊന്നും മോഹിച്ചല്ല കേട്ടോ നിന്നെ ആ അപകട നിലയിൽ നിന്നും രക്ഷിച്ചത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നീ അതിന് ഇങ്ങനൊരു വിലയിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് രാധ. വിക്രമാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചൂടായിട്ട് നിൽക്കുന്നുണ്ട്. അതെ, നീ എന്തിനാ വന്നത്? ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുകയാണ്. അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇപ്പം ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ നീ ഈ ക്യാഷ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരുത്തി നിൻ്റെ വീട്ടിൽ വന്ന് അനുവാദമില്ലാതെ കയറി താമസിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞാനും ഒരു വരവങ്ങ് വരും. അവിടെ താമസിക്കാൻ തുടങ്ങും. പിന്നെ നിനക്ക് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. അത് വേണോ അതോ നീ ഈ ക്യാഷ് സ്വീകരിക്കണോ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ പൈസ വാങ്ങുക കേട്ടോ വിക്രം. അങ്ങനെ രാധ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിശ്വം ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. വിശ്വത്തിൻ്റെ കയ്യിൽ മരുന്ന് വാങ്ങുന്നതിനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാനേജർ പറയുന്നുണ്ട്, ഒരു 2000 രൂപ എനിക്ക് അഡ്വാൻസായി വേണം, എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ എന്ന് പറയാട്ടോ. അപ്പോൾ അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് മാനേജർ പറയുന്നുണ്ട്. എന്നിട്ട് മുതലാളിയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീക്ക് കോൾ ചെയ്യാണ്. അങ്ങനെ ശ്രീ പറയുന്നുണ്ട്, അതെ വിശ്വത്തെ ക്യാഷ് കൊടുത്താൽ പറഞ്ഞയക്കൂ, അദ്ദേഹത്തെ മുഷിപ്പിക്കരുത് എന്നൊക്കെ പറയാട്ടോ. അവനെയും വെച്ച് നമുക്ക് ഒരുപാട് കളികൾ കളിക്കാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട് മാനേജറുടെ അടുത്ത്. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, അതെ സാറേ, എനിക്ക് നമ്മുടെ മുതലാളി സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം. ഞാൻ കുറേ തവണയായില്ലേ പറയുന്നു, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ, ഞാനൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, അതെ അങ്ങനെയൊന്നും സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, നിങ്ങളോട് നേരിട്ട് വന്ന് സാറ് സംസാരിക്കും എന്നൊക്കെ പറയാട്ടോ. ഒരുപാട് തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടുകയാണ്. അങ്ങനെ നമ്മുടെ വിശ്വം കമലാമ്മയ്ക്കുള്ള മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ മാഷിൻ്റെ മുഖം നല്ല പുഞ്ചിരിച്ച് നിൽക്കുക കേട്ടോ. മാഷിന് നല്ല സന്തോഷമാവുകയാണ്. തൻ്റെ മകൻ ഇങ്ങനെ അധ്വാനിച്ച കാശ് കൊണ്ട് അമ്മയ്ക്ക് ഗുളിക വാങ്ങി വരുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതാ ഗുളിക അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെ വിശ്വം, നീ നിൻ്റെ കൈ കൊണ്ട് തന്നെ കമലത്തിന് കൊടുക്ക്, അപ്പോൾ കമലത്തിന് ഒരുപാട് സന്തോഷമാവും എന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വം കമലമ്മയ്ക്ക് ഗുളിക എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിക്രത്തെ കാണുന്ന സമയത്ത് നമ്മുടെ മാഷിങ്ങനെ കുത്തി സംസാരിക്കുക കേട്ടോ. പറയുന്നുണ്ട്, അതെ വിശ്വം, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു. നീ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് അമ്മക്ക് ഗുളിക വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് ഒരു 10 ലക്ഷം രൂപ തന്നതിനേക്കാൾ മേലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ ഒരു ഗുളികയാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിലും എനിക്കത് ഒരുപാട് അമ്മയ്ക്ക് എനിക്ക് സന്തോഷമായിട്ടോ. ഇതെല്ലാവരും മറ്റുള്ളവരും കണ്ട് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ നോക്കുക കേട്ടോ. വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് തന്നെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ വിശ്വം പറയുന്നുണ്ട്, അതെ അച്ഛൻ്റെ ഷുഗറിൻ്റെ ഗുളികയും ഇനി മുതൽ ഞാൻ വാങ്ങിച്ചു തന്നോളാം. മാസം അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാട്ടോ എന്ന് പറയാണ്. അങ്ങനെ വിശ്വത്തിനും കമലാമ്മയ്ക്കും മാഷിനും സന്തോഷമാവുന്നുണ്ട്.